ഈ ലോകരാജ്യങ്ങളിൽ പ്രത്യേകിച്ചും അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളിൽ വരുന്ന ഒരു പോളിസി ഷിഫ്റ്റ്, ഇസ്രായേലിനെതിരായ പോളിസി ഷിഫ്റ്റ് യഥാർത്ഥത്തിൽ യുദ്ധം നിർത്താൻ സഹായകരമാകുമോ? അത് തീർച്ചയായിട്ടും സഹായകരമാകും. കാരണം ഈ ഇസ്രായേൽ അമേരിക്ക സഖ്യം അതിനപ്പുറത്തേക്ക് ഈ പ്രശ്നത്തിൽ ലിബറൽ പൊസിഷനിലേക്ക് യൂറോപ്യൻ യൂണിയൻ മാറിയിട്ട് ഒരു ദശാബ്ദക്കാലമെങ്കിലുമായി. പല സന്ദർഭങ്ങളിലും ഫ്രാൻസിന്റെ ശബ്ദം വളരെ വ്യത്യസ്തമായി മുഴങ്ങി കേൾക്കാറുണ്ട്. അമേരിക്കയിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു വിഭാഗം മനുഷ്യർ ഫലസ്തീനികളുടെ സ്വയം നിർണായകാവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന സാഹചര്യമുണ്ട്. അവിടെ പുതിയ പ്രഷർ ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. ട്രംപിസത്തിന് ഇപ്പോഴും നിർണായകമായ സ്വാധീനം അവിടെ ഉണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു ജനാധിപത്യത്തിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ടും മാനവികതയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും ഈ ഫലസ്തീൻ വിഷയം പരിഹരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തണം എന്ന വാദത്തിന് അമേരിക്കൻ രാഷ്ട്രീയത്തിലും ശക്തി കൂടി വരികയാണ്. ഈ രണ്ട് പ്രക്രിയകളും ഒരു ഭാഗത്ത് ഫലസ്തീൻ അനുകൂലമായി ആഗോള അഭിപ്രായം രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് യൂറോപ്യൻ ലോകത്തും അമേരിക്കകളിലും അത് വളരെ ശക്തമാണ്. ലാറ്റിൻ അമേരിക്കയിൽ വളരെ കൃത്യമായി അവർ ഫലസ്തീനു വേണ്ടി നിലകൊള്ളുന്നു. ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങൾ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ദക്ഷിണാഫ്രിക്കയാണ് യുദ്ധ കുറ്റവാളി ആയി ഇസ്രായേലിനെ കാണണം, ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണണം എന്ന വാദമുയർത്തി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കേസ് കൊടുത്തത്. ഏഷ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഫലസ്തീൻ അനുകൂലമായി സംഘടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അമേരിക്കയ്ക്ക് അതിന്റെ സഖ്യശക്തികളിൽ നിന്ന് തന്നെ പഴയതുപോലെ പിന്തുണ കിട്ടുന്നില്ല. ഇപ്പോ ഇംഗ്ലണ്ടിൽ വന്നിട്ടുള്ള മാറ്റം പ്രകടമാണ്. അവിടെ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നത് വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ കാര്യമായ ഒരു വലിയ ചേഞ്ച് ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അമേരിക്കയുടെ ഇസ്രായേൽ പോളിസിയോട് എപ്പോഴും ഒത്തുചേർന്ന് പോകുന്ന ഒരു നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമതുലിതമായ നിലപാട് ഇംഗ്ലണ്ട് സ്വീകരിച്ചേക്കാം. ഇത്തരം മാറ്റങ്ങൾ വളരെ പ്രകടമായി തന്നെ ആഗോള രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. എന്നാൽ ഇത്തരം പ്രതീക്ഷകൾ നിലനിൽക്കെ തന്നെ ഇതോടൊപ്പം കൺസർവേറ്റീവ് റെവല്യൂഷന്റെ ഭാഗമായി ഈ രാജ്യങ്ങളിലൊക്കെ തീവ്ര വലതുപക്ഷ ശക്തികൾ കരുത്താർജിക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ്. ഇപ്പൊ ഇറ്റലിയിൽ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി പാർട്ടിയുടെ നേതാവായിട്ടാണ് ജോർജിയ മെലോണി അവിടെ പ്രൈം മിനിസ്റ്റർ ആവുകയുണ്ടായി. ഫ്രാൻസിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ മാരി ലീപിന്നിന്റെ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടുവെങ്കിലും അവർക്ക് നിർണായകമായ വോട്ട് ഷെയർ ഉണ്ട്. യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവര് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയുണ്ടായി. ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ ലേബർ പാർട്ടിയുടെ വിജയം ആവേശകരമായ ഫലം നൽകുമ്പോൾ അവിടെ പരമ്പരാഗതമായി ലേബർ പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി, ലിബറൽ പാർട്ടി എന്ന നിലയിൽ വോട്ട് ഷെയർ ഉണ്ടായിരുന്നത് ഇത്തവണ റിഫോം UK പാർട്ടി 14% വോട്ട് നേടിയിരിക്കുന്നു. അവിടെ ലിബറൽ പാർട്ടിക്ക് 12% വോട്ട് മാത്രമേ നേടാൻ സാധിച്ചു. അപ്പോൾ ഈ വോട്ട് ഷെയറിൽ അവിടെ തീവ്ര വലതുപക്ഷത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മേൽക്കോയ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഇത്തരം ക്യാമ്പസുകളിൽ ടെന്റ് കെട്ടി സമരം വലിയ മുന്നേറ്റമായി മാറി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഫലസ്തീനികൾക്ക് വേണ്ടി അണിനിരുന്നത്. അത് പോസിറ്റീവായ ഫലമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2011 സുക്കോട്ടി പാർക്കിൽ അവിടെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കുപ്പൈ വാൾ സ്ട്രീറ്റ് മൂവ്മെന്റ് നടത്തിയതിന് സമാനമായ തലത്തിലേക്ക് അമേരിക്കയിലെ വിവിധ ക്യാമ്പസുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ പ്രോ ഫലസ്തീനിയൻ മൂവ്മെന്റിന് കഴിഞ്ഞു. ഇത് പറയുമ്പോൾ തന്നെ അമേരിക്കയിൽ ആന്റി ഫലസ്തീനിയൻ അല്ലെങ്കിൽ പ്രോ ഇസ്രായേൽ ബ്ലോക്കിന്റെ ശക്തി നമ്മൾ കുറച്ച് കാണരുത്. ഇപ്പൊ ക്രിസ്ത്യൻസ് യുണൈറ്റഡ് ഫോർ ഇസ്രായേൽ എന്ന ഏറ്റവും ശക്തമായ പ്രോ ഇസ്രായേൽ ലോബിയിൽ 70 ലക്ഷം ആളുകൾ, 7 മില്യൺ ആളുകളാണ് അതിൽ അംഗമായിട്ടുള്ളത്. അവരുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിക്ക് വലിയ സ്വാധീനം അവിടെ ഉണ്ട്. അവിടുത്തെ പ്രൊട്ടസ്റ്റന്റ് ക്രിയേഷനിസ്റ്റുകൾ എന്ന് പറയുന്ന തീവ്ര മതവാദികൾ, ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ, ഇവരുടെയൊക്കെ എണ്ണം നിർണായകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് സമീപകാലത്തൊന്നും അമേരിക്കയിൽ കമലാ ഹാരിസ് പ്രസിഡന്റ് ആയെങ്കിൽ പോലും ഇസ്രായേലിനോടുള്ള നയത്തിൽ കാതലായ മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ അവിടുത്തെ യുവജനങ്ങളിൽ വിശിഷ്യ ക്യാമ്പസുകളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന ഈ ശബ്ദം
കണ്ടില്ല എന്ന് നടിക്കാൻ അമേരിക്കൻ ഭരണപക്ഷത്തിന് കഴിയില്ല. മാത്രവുമല്ല, 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ക്രൂരമായ വംശഹത്യയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിൽ അവരുടെ യുദ്ധത്തിന് ആധാരമായി അവർ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ ഒന്നും നേടാൻ സാധിച്ചില്ല. IDF ചീഫ് തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് ഇസ്രായേലിൽ ഒരിക്കലും ഹമാസിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല, കാരണം ഹമാസ് ജീവിക്കുന്നത് ഫലസ്തീനികളെ, ഗാസൻ നിവാസികളുടെ മനസ്സിലാണ് എന്ന പ്രഖ്യാപനം അവർ നടത്തുകയുണ്ടായി. ഒരുപക്ഷെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. അത് വളരെ വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യത്തെ അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. കാരണം ഹമാസ് എന്ന സംഘടനയെയോ അതിന്റെ നേതാക്കളെയോ കൊലപ്പെടുത്തിക്കൊണ്ട് ഹമാസ് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. ഗസയിലെ മഹാഭൂരിപക്ഷം ആളുകൾ, 23 ലക്ഷം മനുഷ്യരും ഏറെക്കുറെ സമ്പൂർണമായി തന്നെ അവരുടെ ജന്മഭൂമി സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന ആശയത്തെയും അവരുടെ സാംസ്കാരിക പശ്ചാത്തലത്തെ ആധാരമാക്കി ഒരു ഗവൺമെന്റ്, സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കണം എന്ന ആശയത്തെയും പിന്തുണയ്ക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ ഇസ്രായേലി സൈന്യത്തിന്റെ മേധാവികളുടെ ഇടയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. ഇത്തരം മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഈ ഇസ്രായേൽ ഫലസ്തീൻ ബന്ധങ്ങളിൽ പ്രതിഫലിക്കും. ഒരുപക്ഷെ ഫലസ്തീനികളോട് കൂടുതൽ ജനാധിപത്യപരമായി പെരുമാറാൻ ഇസ്രായേൽ നിർബന്ധിതമാക്കപ്പെടും. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാലം തന്നെ അധിക കാലമില്ല എന്നതും ഒരു വാസ്തവമാണ്. അമേരിക്കയിൽ ബേർണി സാൻഡേഴ്സൺ 1991 മുതൽ അദ്ദേഹം അമേരിക്കൻ കോൺഗ്രസ് അംഗമാണ്. 1991 മുതൽ 2007 വരെ അദ്ദേഹം ഹൗസ് ഓഫ് കോമൺസിൽ അംഗമാണ്. 2007 ശേഷം അദ്ദേഹം സെനറ്റ് അംഗമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ പ്രസക്തമായിരുന്നു. എന്തിന് ഈ വാർ ക്രിമിനലിനെ അമേരിക്കൻ പാർലമെന്റിന്റെ, അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഡ്രസ് ചെയ്യുന്നതിന് ക്ഷണിച്ചു എന്ന് ശക്തമായി ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ലോകത്തിന്റെ കണ്ണു തുറപ്പിക്കുന്നതാണ്. ഇത്തരമൊരു പ്രസംഗം അറബ് ലോകത്തു നിന്നോ മുസ്ലിം ലോകത്തു നിന്നോ ഏഷ്യ ആഫ്രിക്കയിൽ നിന്നോ അല്ല വരുന്നത്, അമേരിക്കയിൽ നിന്ന് തന്നെയാണ് വരുന്നത് എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വാർ ക്രിമിനൽ എന്ന പട്ടം ചാർത്തുകയും വാറന്റ് ഇഷ്യൂയും ചെയ്യുകയും ചെയ്ത ഒരു മനുഷ്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ അമേരിക്കൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത് നാണക്കേടാണെന്നും ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണെന്നും അദ്ദേഹം ബേർണി സാൻഡേഴ്സ് അമേരിക്കൻ കോൺഗ്രസിലെ തന്റെ പ്രസംഗത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി. കാരണം ഇത്തരം മാറ്റങ്ങൾ ആഗോളാടിസ്ഥാനത്തിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഗാസയിൽ ഇപ്പോഴും തുടരുന്ന അതീവ ഹൃദയശൂന്യമായ വംശഹത്യക്ക്, നരഹത്യക്ക് ഒരു പരിഹാരമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇന്ന് തന്നെ അവിടെ ഖദീജ സ്കൂളിൽ നടത്തിയിട്ടുള്ള ബോംബാക്രമണത്തിൽ 50-ലധികം ആളുകളാണ് തൽക്ഷണം കൊല ചെയ്യപ്പെട്ടത്. അപ്പം ഖാനിൻ യൂണിവേഴ്സിൽ ഇപ്പോൾ അക്രമം നടക്കുന്നു. അപ്പോൾ സ്കൂളുകളും ആശുപത്രികളും അതുപോലെ ജനാധിവാസ കേന്ദ്രങ്ങളും കാർപ്പറ്റ് ബോംബിംഗ് ചെയ്യുന്നത് ഇപ്പോഴും ഒരു അവസാനവുമില്ലാതെ ഇസ്രായേൽ തുടരുകയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ചെറുതെങ്കിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളും അന്ധകാരത്തിൽ ഒരു ചെറിയ തിരിവെളിച്ചം പോലെ ലോകത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കും മാനവികത ആഗ്രഹിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മനുഷ്യന്റെ നന്മയിൽ ആഗ്രഹിക്കുന്ന ജനത്തിന് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്.